അങ്കമാലിയിൽ 200 ഗ്രാം MDMA പിടികൂടിയിൽ നിന്നാണ് ക്യാപ്റ്റനെ കുറിച്ചുള്ള തുമ്പ് കിട്ടിയത്. യഥാർത്ഥ പേരോ ചിത്രമോ ഒന്നുമില്ല. ആകെ കിട്ടിയത് ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് മാത്രം. അവിടെ നിന്നാണ് കോങ്കോക്കാരൻ റെങ്കാരോയിലേക്ക് എറണാകുളം റൂറൽ പോലീസ് എത്തിയത്. ആലുവയിൽ നിന്നുള്ള പോലീസ് സംഘം ദിവസങ്ങളോളം ബംഗളൂരുവിൽ തമ്പടിച്ചാണ് ഇയാളെ പൊക്കിയത്. ഫോൺ വഴി റെങ്കാരോയെ ബന്ധപ്പെടാൻ സാധിക്കില്ല. ഗൂഗിൾ പേ വഴി തുക അയച്ചു കൊടുത്താൽ മയക്കുമരുന്ന് ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. പിന്നീട് ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുക്കും. അവിടെ പോയി ശേഖരിക്കണം. ഇതായിരുന്നു റെങ്കാരോയുടെ രീതി. കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരിയിൽ ഭൂരിഭാഗവും റെങ്കാരോ പോളിന്റെ സംഘം വഴിയാണ് വിൽപ്പന നടത്തുന്നതെന്നാണ് നിഗമനം. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് ഇവർ വിറ്റിരുന്നത്. ഇതുവരെ കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രകാരം ഇത് ഡൽഹിയിലെ അടുത്ത് കുറേ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഉണ്ട്. അവിടെ കുറച്ച് മാനുഫാക്ചറിംഗിലെ സാധ്യത ഉണ്ട്. സോ അവിടെ മാനുഫാക്ചറിങ് ചെയ്തിട്ട് ഈ ട്രെയിൻ വഴിയിൽ ബാംഗ്ലൂർ പിന്നെ ഗോവ ഈ എല്ലാ റീജിയൻസിൽ വരാറുണ്ട്. പിന്നെ അവിടെ നിന്ന് ബാക്കി അടുത്തുള്ള എല്ലാ സംസ്ഥാനത്തിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഇത് വളരെ ആക്റ്റീവാണ്. 2014 സ്റ്റുഡൻറ് വിസയിലാണ് റെങ്കാരോ പോൾ ബംഗളൂരുവിലെത്തുന്നത്. പഠിക്കാൻ പോകാതെ മയക്കുമരുന്ന് വിൽപ്പന തുടങ്ങി. പിന്നാലെ രാസലഹരിയുടെ നിർമ്മാണവും തുടങ്ങി. റെങ്കാരോ പോളിന്റെ അറസ്റ്റോടെ കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന പ്രധാന റൂട്ട് പൊളിക്കാൻ കഴിഞ്ഞെന്നാണ് പോലീസിന്റെ അവകാശവാദം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.